അദ്ദേഹം ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ പറഞ്ഞു നടക്കുന്ന ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. ഏതാണ്ട് 4 വർഷത്തോടൊക്കെ അടുക്കുമ്പോൾ സാധാരണയായ ഒരു വ്യക്തിയുടെ ശവകുടീരം അവിടെ നിന്ന് മാറ്റാതെ പറ്റില്ല. കാരണം അവിടെ കല്ലറ സിസ്റ്റം ഇല്ല. അത് ചങ്ങനാശ്ശേരിക്കാര് കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമസ്കാരം, CTVയിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരിയുടെ പൈതൃകവും പാരമ്പര്യവും എടുത്ത് വിളിച്ചോതുന്ന വിഷയങ്ങളുമായി CTV നിങ്ങളോടൊപ്പം എന്നുമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് നിങ്ങൾ നൽകിയ സ്വീകാര്യതയ്ക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്ന് ഒരു പ്രത്യേക വിഷയമുണ്ട്. 40 വർഷം 8 മാസം ഒരു വ്യക്തി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു നാടിനെ പ്രതിനിധീകരിക്കുന്നു. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചങ്ങനാശ്ശേരിയെ വിട്ടുപിരിഞ്ഞു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിനെ അനുസ്മരിക്കാനോ ഓർമ്മ നിലനിർത്താനോ എന്തെങ്കിലും നീക്കങ്ങൾ ചങ്ങനാശ്ശേരി പൗരാവലിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയുടെ കർമ്മമണ്ഡലത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായി കാണുന്നില്ല. നിരാശാജനകമാണ് ഈ വസ്തുത. CF തോമസ് എന്ന ആ ജനകീയ നേതാവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. CTVക്കോ CTVയിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നവർക്കോ രാഷ്ട്രീയങ്ങളില്ല. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം എന്നോടൊപ്പമുള്ള വ്യക്തിക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചായ്വുള്ള വ്യക്തികളല്ല ഞങ്ങളാരും തന്നെ. എങ്കിലും നന്മയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തെ 40 വർഷവും 8 മാസവും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി മരണം മൂലം മാറ്റപ്പെട്ടു എങ്കിലും അദ്ദേഹത്തോടുള്ള നന്ദി സൂചകമായി എന്തെങ്കിലും ഒരു സ്മാരകം ഒരുക്കാൻ ഈ 4 വർഷം 5 വർഷത്തോടടുക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ആർക്കും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു പോരായ്മയായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഇന്ന് CF സാറിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ശ്രീ രമേശ് മാത്യു നമ്മോടൊപ്പമുണ്ട്. CF സാറിനെ കുറിച്ചും സാറിൻ്റെ ഓർമ്മ നിലനിർത്താൻ നമുക്ക് എന്തു ചെയ്യാമെന്നതിനെക്കുറിച്ചും നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഈ പ്രോഗ്രാമിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. രമേശ് സാർ, അത് പറയൂ. CF സാർ ചങ്ങനാശ്ശേരിയുടെ ഒരു വികാരമായിരുന്നു. തീർച്ചയായും ഇത്രയും നീണ്ട ഒരു കാലഘട്ടം നമ്മുടെ പട്ടണത്തിലെ ഈ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു എന്ന് പറയുന്നത് തന്നെ CF സാർ എത്രമാത്രം ജനകീയനായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. എത്ര മണ്ഡലങ്ങളിൽ ഇതുപോലെ വ്യക്തികളുണ്ടാവും തുടർച്ചയായി ഇത്ര വർഷം? വളരെ ചുരുക്കം. നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രം എടുത്താൽ പോലും 4-5 പേരിൽ ഒതുങ്ങുന്ന ഒരു ചരിത്രം മാത്രമാണത്. അതിലൊരാൾ നമ്മളുടെ CF സാർ ആയിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ പറഞ്ഞു നടക്കുന്ന ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളാരും തന്നെ അദ്ദേഹത്തിൻ്റെ ഫാനായിട്ട് നിൽക്കുകയോ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൽ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളുകളല്ല. പലപ്പോഴും എനിക്ക് തോന്നുന്ന താങ്കൾ പോലും പലപ്പോഴും അദ്ദേഹത്തിന് എഗെയിൻസ്റ്റായിട്ട് ഇലക്ഷൻ സമയങ്ങളിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇത്രയും കാലം നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചരിത്രത്തിൽ നിന്ന് വിസ്മൃതിയിലേക്ക് പോകാൻ ഇനി അധിക സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളിയിലെ സിമിത്തേരിയിലാണ്. അവിടുത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 4 വർഷത്തോടൊക്കെ അടുക്കുമ്പോൾ സാധാരണയായ ഒരു വ്യക്തിയുടെ ശവകുടീരം അവിടെ നിന്ന് മാറ്റാതെ പറ്റില്ല. കാരണം അവിടെ കല്ലറ സിസ്റ്റം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മറ്റൊരാൾക്ക് ഇനി വരേണ്ടതായിട്ട് വരുമ്പോൾ തീർച്ചയായും അതും കൂടി അവിടെ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായി പോകുമോ എന്ന് CTVക്ക് ഭയമുണ്ട്. താങ്കൾ എന്ത് പറയുന്നു? അത് ചങ്ങനാശ്ശേരിക്കാര് കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ശരിയായ ഒരു ചരിത്രത്തിൻ്റെ അടയാളം CF സാറിൻ്റെ കല്ലറ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കേരള അസംബ്ലിയിൽ ഒരേ മണ്ഡലത്തെ 40 വർഷം തുടർച്ചയായിട്ട് 40 വർഷമോ അതിനകത്തോ കൂടുതലോ റെപ്രസെൻ്റ് ചെയ്ത 3 പേരേ ഉള്ളൂ. യശരീരായ ഉമ്മൻചാണ്ടി, KM മാണി, പിന്നെ CF സാറാണ്. അപ്പൊ ഞാനത് ചോദിക്കട്ടെ, ഈ പ്രഗത്ഭരായ വ്യക്തികളുടെ കൂടെയാണ് നമ്മുടെ CF സാറിന്റെ പേരും വരുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അദ്ദേഹം കഴിവില്ലാത്തവനാണെന്ന് വരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാര്യം സാറിന് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരുന്ന കാരണം ഇവിടെ 9 തവണ ആൾക്കാർ എലക്ട് ചെയ്യിപ്പിച്ചത്. കാര്യം ഞാൻ എല്ലാ തവണയൊന്നും പുള്ളിക്ക് വോട്ട് ചെയ്തിട്ടില്ല, എന്നാൽ പല പ്രാവശ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ചില കാര്യങ്ങൾ സമ്മതിച്ച് അംഗീകരിച്ചേ കഴിയൂ. അദ്ദേഹത്തിന് അംഗീകാരം ഉണ്ടായിരുന്ന കാരണം തന്നെ അങ്ങേര് ഇത്രയും കൊല്ലവും CF സാറ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈവൻ KM മാണിയുടെ ആണെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആണെങ്കിലും മണ്ഡലങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ കാലാകാലങ്ങളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ CF തോമസിൻ്റെ മണ്ഡലം CF സാറ് ആദ്യമായിട്ട് MLA ആയ 80 ഉണ്ടായിരുന്ന അതേ മണ്ഡലമാണ് പുള്ളി മരിക്കുമ്പോഴും അവസാനം അതേ നിയോജകമണ്ഡലം ഒരു മാറ്റവും ഇല്ലാതെ അതേ അതിൻ്റെ ജോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ഭൂമിശാസ്ത്രപരമായിട്ടെല്ലാം
അതേ മണ്ഡലമാണ് ഈ മധ്യ തിരുവിതാംകൂറിലെ മണ്ഡല പുനർസംഘടനയോ എന്നാ പറയുന്നതിന് നിർണയം നടന്നപ്പോഴ് മാറാതിരുന്ന ഏക നിയോജക മണ്ഡലം ചങ്ങനാശ്ശേരിയാണ്. മണ്ഡലം മാറുന്നില്ല, അതിർത്തി വോട്ടേഴ്സ് പുതിയൊരു വരുന്നതേ ഉള്ളൂ, അത്രയുണ്ട്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ ഒരുപക്ഷെ CF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്ല, ഇവരെ പോലെ തന്നെ CF കൂടുതലായിട്ട് MLA മാരായിട്ടിരുന്ന വേറെ രണ്ട് പേരൂടെ ഉണ്ട്. KR ഗൗരിയമ്മ 46 വർഷത്തോളം MLA ആയിട്ടുണ്ട്. പക്ഷേ KR ഗൗരിയമ്മ ആദ്യം 20 വർഷം കഴിഞ്ഞ് തോറ്റു, 3 വർഷം പുറത്തിരുന്നു. 2006 KR ഗൗരിയമ്മ രണ്ടാമത്തെ തവണ 80 മുതൽ ജയിച്ചു വരുമ്പോൾ 2006 തോറ്റു. അപ്പം 26 വർഷമേ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയുള്ളൂ. PJ ജോസഫ് ആണെങ്കിൽ ആദ്യത്തെ 70 മുതൽ 91 വരെ MLA ആയിരുന്നു. 91 അദ്ദേഹം ലോക്സഭയിലേക്ക് പോകാൻ വേണ്ടി മത്സരിച്ചാണ്, അസംബ്ലിയിൽ മത്സരിച്ചില്ല. അപ്പൊ അങ്ങനെ പുള്ളിക്കൊരു ഗ്യാപ്പ് വന്നു. പിന്നെ 96 പുള്ളി PJ ജോസഫ് ജയിച്ചു. പക്ഷെ 2001 തോറ്റു. അപ്പോഴും പുള്ളിക്കും ആദ്യത്തെ ഇതിൽ 21 വർഷവും രണ്ടാമത്തെ തവണ 6 വർഷവും പിന്നെ ഇപ്പം മൂന്നാമത്തെ 20 വർഷമേ കിട്ടിയത്. ഇതുപോലെ CF പോലെ 40 വർഷത്തൊന്നും MLA ആയിട്ടിരിക്കാൻ അടുപ്പിച്ച് പറ്റിയിട്ടില്ല. അതായത് ഇടവേളകളില്ലാതെ 3 പേരേ ഉള്ളൂ. പിന്നെ CF തൊട്ട് പുറകെ 39 വർഷമായിട്ടുണ്ടായിരുന്ന KC ജോസഫാണ്. പുള്ളിക്ക് പിന്നെ ടിക്കറ്റും കിട്ടിയില്ല. പക്ഷെ CF സാറ് ഇരിക്കൂർ ചങ്ങനാശ്ശേരിക്കാരൻ തന്നെ. അതെ, ഈ CF സാറ് പക്ഷേ CF സാറ് മരിക്കുമ്പോഴും CF സാർ MLA ആണ്. അതാണ് CF സാറിന്റെ വ്യത്യാസം അതിൻ്റെ അകത്തുള്ളത്. ബാക്കി പിന്നെ വേറെ ഒരു റെക്കോർഡുണ്ട്. CF സാറിന്റെ പാർട്ടിയെ സംബന്ധിച്ച്, CF സാറിന്റെ എല്ലാം എന്താ പറയുന്നത്, പാരന്റൽ പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും എന്താ പറയുന്നത്, വിളനിലമെന്ന് എന്താ പറയുന്ന അതിന് വിളഭൂമി എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയാ. കാര്യം ചങ്ങനാശ്ശേരിയിൽ 70 മുതൽ ഇപ്പൊ 55ാമത്തെ വർഷം തുടർച്ചയായിട്ട് കേരള കോൺഗ്രസ്സുകാരനാണ് MLA. ജോബ് മൈക്കിൾ വന്നപ്പോ 55 വർഷമായി കേരള കോൺഗ്രസ്സുകാരൻ MLA ഇരിക്കുന്നു. പാലായിൽ 52 വർഷം കഴിഞ്ഞപ്പോ പിന്നെ കേരള കോൺഗ്രസ്സുകാരൻ MLA ഇല്ലാതായി. മാണി തോറ്റ ശേഷം പിന്നെ അവിടെ എന്നും ജയിക്കുന്നത് മാണി C കാപ്പന, പുള്ളി കേരള കോൺഗ്രസ്സുകാരനല്ല. അതേപോലെ തന്നെ ഇപ്പം ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞത് കോൺഗ്രസ് മണ്ഡലമാണ്. കോൺഗ്രസിന്റെ ഒരു റെക്കോർഡ് മണ്ഡലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്ന പോലെ തന്നെ. 70 മുതലാണ് പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം. 67 പുതുപ്പള്ളിയിലെ MLA ആയിരുന്നത് CPM കാരൻ EM ജോർജ്. അപ്പൊ ഉമ്മൻചാണ്ടി വന്ന ശേഷമാണ് 53 വർഷം ഉമ്മൻചാണ്ടി അവിടെ MLA ആയിട്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞ ഇവർ രണ്ടുപേരും കഴിഞ്ഞ ഒരേ മണ്ഡലത്തിൽ നിന്ന് ഇത്രയും കൊല്ലം അടുപ്പിച്ച് MLA ആയിട്ടിരുന്ന CF മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇത് ചങ്ങനാശ്ശേരി രൂപതയും ഇപ്പോഴത്തെ ബിഷപ്പിനും ചെയ്യാവുന്ന കാര്യമാണ്. അത് ഒരു പെർമനന്റ് ശവക്കല്ലറയാക്കി മാറ്റണം. അതായത് CF സാറിന്റെ കല്ലറ ഒരു പെർമനന്റ് കല്ലറയാക്കി മാറ്റണം. കാര്യം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന് പുതുപ്പള്ളിയിൽ ഒരു പെർമനന്റ് കല്ലറയുണ്ട്. എന്തോരം തിരക്കാണ്. അതെ, മാണിക്ക് പാലായിൽ പെർമനന്റ് കല്ലറയുണ്ട്. KM ജോർജിന് മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയിൽ പെർമനന്റ് കല്ലറയുണ്ട്. PT ചാക്കോയ്ക്ക് ഇളങ്ങോയി പള്ളിയിൽ പെർമനന്റ് കല്ലറയുണ്ട്. നമ്മുടെ ജോൺ ജേക്കബിന് നെരണം പള്ളിയിൽ പെർമനന്റ് കല്ലറയുണ്ട്. അങ്ങനെ ഈ നേതാക്കന്മാർക്കൊക്കെ ഒരു ഇത് കൊടുക്കേണ്ടത് ഒരു നമ്മുടെ നാടിൻ്റെയും കൂടെ ഒരു ആവശ്യം. കാര്യം അവരെ റെക്കഗ്നൈസ് ചെയ്യണമല്ലോ. അവർ ജനം തെരഞ്ഞെടുത്ത പ്രതികളാണ്. അപ്പൊ അവരെ എന്നും വരുന്ന തലമുറയ്ക്കായിട്ട് അത് കാണിച്ചു കൊടുക്കുക. ഇത്രയും വർഷം ഇവിടെ ഒരു വ്യക്തി MLA ആയിരുന്നു എന്ന്. അല്ലെങ്കിൽ ഇപ്പൊ ആ ശവക്കല്ലറ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേറെ ആരെങ്കിലും അവിടെ അടക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അങ്ങനത്തെ അവസ്ഥ വരും. അത് കാരണം CF മെമ്മോറിയലായിട്ട് ആ പെർമനന്റ് കല്ലറയാക്കി ചങ്ങനാശ്ശേരി ഇതുപോലൊരു പെർമനന്റ് ഒരു മെമ്മോറിയൽ അവിടെ CF ചങ്ങനാശ്ശേരി പുള്ളിയുടെ ഹോം പാരിഷ് അത് ചെയ്തു കൊടുക്കേണ്ടതാണ്. ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്? അതിന് ഇടവക സമൂഹം ചെയ്യാം. പിന്നെ ആർച്ച് ബിഷപ്പ് ഇപ്പം എൻ്റെ അറിവനുസരിച്ച് ആ ഇടവകക്കാരനാണ്. അദ്ദേഹത്തിന് നേരിട്ട് ഇടവകാംഗങ്ങളോട് പറയാം, നമ്മളെ ഇത്രയും കൊല്ലം ചങ്ങനാശ്ശേരി ഈ അതിരൂപതയിലെ ഏക വ്യക്തി 40 വർഷം തുടർച്ചയായിട്ടിരുന്നിട്ടുള്ള ഒരു പ്രത്യേക അംഗീകാരം എന്നുള്ള നിലയ്ക്ക് CF സാറിന്റെ ശവക്കല്ലറ നമ്മളത് ഒരു പെർമനന്റ് കല്ലറയാക്കി സംരക്ഷിക്കാൻ നമുക്ക് സഭയ്ക്ക് തന്നെ വേണമെങ്കിൽ അത്
മുന്നോട്ട് വരാം. അതിനുള്ള നിയമ തടസ്സം ഉണ്ടാവും. നിയമങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ മാറ്റാനും കൂടെ വേണ്ടിയല്ല, നിയമങ്ങൾ ഭേദഗതി ചെയ്യാറില്ലേ. അപ്പൊ ഒരു നിയമം ഉണ്ടാക്കുന്ന എന്നും ലോകം അവസാനിക്കുന്നവരെ ആ നിയമം വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ. നിയമം മനുഷ്യന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ കണ്ടാ അറിയാം, ഫോർട്ട് കൊച്ചിയില് ഇപ്പം ഡച്ചുകാരുടെ ശവക്കല്ലറയുണ്ട്. അവിടെ ഈ അടുത്ത കാലത്ത് അതൊന്ന് ക്ലീൻ ചെയ്തെന്ന് തോന്നുന്നു, എല്ലാം ക്ലിയർ ചെയ്ത് കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പോഴും നോക്കിയപ്പോഴറിഞ്ഞ 916 അവിടെ അവസാനത്തെ ഡച്ച് പൗരനെ ശവസംസ്കാരം നടത്തിയ. അവിടെ സൂക്ഷിക്കപ്പെടുന്നു. അതെ, ഇപ്പൊ 100 കൊല്ലത്തിൽ കൂടുതലായിട്ട് ആ ശവക്കല്ലറ അതുപോലെ തന്നെ അവര് സംരക്ഷിക്കുന്നു. അതേപോലെ ഒരു ചരിത്ര സ്മാരകമായി വരുന്ന വിസിറ്റേഴ്സ് ഒക്കെ കാണുന്ന ഒരു സംസ്കാര കല്ലറയാണ് ഫോർട്ട് കൊച്ചിയിലുള്ള ഡച്ച് സെമിട്രിയിലുള്ള ആ മനുഷ്യന്റെ കല്ലറ. അതുപോലെ നമുക്ക് ചങ്ങനാശ്ശേരി പള്ളിയില് ഒരു അൽമായന്, അതായത് ചങ്ങനാശ്ശേരിയുടെ മൊത്തം പ്രതിനിധിയായിട്ട് 40 വർഷം ഇരുന്ന ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും സഭ ഒരു അംഗീകാരം കൊടുക്കാവുന്നതാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതൊരു പെർമനന്റ് കല്ലറയാക്കി മാറ്റാൻ സഭയ്ക്ക് കഴിയും. അല്ല, ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ജനപ്രതിനിധിയായിട്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും സഭയ്ക്കെതിരായിട്ട് ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ സഭ പറയുന്നതിനെ അംഗീകരിക്കുക പോലെ ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു മാന്യത കാണിക്കുന്നത്, സഭാ അംഗം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും സഭയ്ക്കത് ചെയ്യേണ്ടതാണ്, ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ തിരുമേനി ചിലപ്പോൾ അത് സാക്ഷാത്കരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് കഴിയും. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇടവക ചങ്ങനാശ്ശേരി പള്ളിയാണെന്നാണ് എൻ്റെ അറിവ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് മുൻകൈ എടുത്ത് അദ്ദേഹത്തിന് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ രമേശ് സാറേ, CF സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് വാചാലരാകാൻ ഒത്തിരി പേരുണ്ട്. സത്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? ചങ്ങനാശ്ശേരിക്ക് വേണ്ടി എന്തെങ്കിലും വികസന കാര്യങ്ങളിൽ അദ്ദേഹം മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിട്ടുണ്ടോ? ഞാനടക്കം ഒരു കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ചിന്തിച്ചു നോക്കിയപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർ ബഹുഭൂരിപക്ഷവും നമ്മുടെ മുനിസിപ്പൽ ഏരിയയിൽ താമസിക്കുന്ന അദ്ദേഹത്തിനെ കൂടുതൽ അറിയാവുന്ന കുറെ ആൾക്കാരാണ്. അവര് നോക്കുമ്പോൾ അവർ ചെയ്യുന്നത് ബോട്ടിയെട്ടി മുതൽ നമ്മുടെ റെയിൽവേയുടെ ബ്രിഡ്ജും കൊണ്ട് അതിൻ്റെ അകത്ത് എല്ലാം ചെയ്യണം. അവരുടെ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവര് നമ്മുടെ ഇടയിൽ വിദ്യാഭ്യാസം ഉള്ളവർ വരെയുണ്ട്. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയുടെ കിഴക്കൻ ബൗണ്ടറി കണിച്ചുകുളം കാളച്ചന്തയുടെ അവിടം വരെ ഉണ്ട്. അതായത് കൂത്രപ്പള്ളിയുടെ തൊട്ടിപ്പുറേ മാടപ്പള്ളി അതുപോലെ അപ്പുറേ നമ്മള് തോട്ടയ്ക്കാട് പഞ്ചായത്തിന്റെ വാകത്താനം പഞ്ചായത്തിന്റെ ഇങ്ങേയറ്റം ആ സ്ഥലത്തിന്റെ മാടത്താനി അവിടം വരെ മാടപ്പള്ളി പഞ്ചായത്താ. അത് ചങ്ങനാശ്ശേരി അത്ര ദൂരം. പിന്നെ അതേപോലെ ഇപ്പം പായിപ്പാട് എന്ന് പറയുമ്പോൾ അങ്ങ് വെള്ളാപ്പള്ളി ബോർഡർ വരെ ചങ്ങനാശ്ശേരിയാ കിടക്കുന്നത്. തുരുത്തി മുളയ്ക്കാൻ തുരുത്തി അറ്റം വരെ ചങ്ങനാശ്ശേരിയാ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആ സ്ഥലങ്ങളിലെയൊക്കെ റോഡുകളുടെ സ്ഥിതി എന്തായിരുന്നു ആദ്യകാലത്ത്. ഇപ്പോഴും മുളയ്ക്കാൻ തുരുത്തി റോഡിന്റെ കാര്യം ഇപ്പം നമുക്കറിയാം, ഇപ്പം വളരെ മോശമായിട്ട് കിടക്കുവാണ്. ഇപ്പൊ ഏതാണ്ട് അലോട്ട്മെന്റ് ഒക്കെ കിട്ടിയെന്ന് പറയുന്നു പണിയാൻ. പക്ഷെ അവിടെയൊക്കെ ഒരു മര്യാദക്കുള്ള ഗ്രാമീണ റോഡുകളെങ്കിലും വന്നതും ആ മേഖലയെ കൂടുതലായിട്ട് കടന്നു ചെന്ന ഒരു വ്യക്തിയാണ് CF തോമസ്. അതുകൊണ്ട് ഗ്രാമീണ മേഖലകളിലൊക്കെ കുറെ സ്ഥലങ്ങളിൽ വെറും ഇടത്തൊണ്ടുകളായിട്ട് നടന്ന സ്ഥലങ്ങളിൽ പോലും കുറെ റോഡുകളൊക്കെ വന്നിട്ടുണ്ട് ധാരാളം. പിന്നെ KSRTCയുടെ ആ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ് അദ്ദേഹത്തിന്റെ അവിടെ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, CF തോമസിന്റെ MLA ഫണ്ടിൽ നിന്നും കിട്ടിയ പൈസയും കൊണ്ടാണ് നിർമ്മിച്ചത്. അതിന് താഴെയാണ് ഗ്യാരേജ് ഒക്കെ ഇപ്പൊ ഇരിക്കുന്നത്. അന്ന് തന്നെ CF ഇവിടുത്തെ ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിന് വേണ്ടി അന്ന് തന്നെ പുള്ളിക്കാരൻ ഇറങ്ങി തിരിച്ചതായിരുന്നു പണിയാൻ വേണ്ടി. അന്ന് ഒരു പ്ലാനും അദ്ദേഹം ഉണ്ടായി. പക്ഷേ സത്യം പറഞ്ഞാല് അതൊന്നും നടക്കാതെ പോയത് അന്ന് ഇരുന്ന ഭരണ സംവിധാനങ്ങളുടെ കുഴപ്പങ്ങളും കാരണമാണ്. കാര്യം ഇത് ചങ്ങനാശ്ശേരി MLAയുടെ ഫണ്ട് കൊണ്ട് മാത്രമല്ലല്ലോ ഇത് പണിയുള്ളത്. അപ്പൊ അത് കാരണമാണ് ഇപ്പൊ ഇത്രയും താമസിച്ച് ഇപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. റെയിൽവേ ബൈപ്പാസ് ഒക്കെ അദ്ദേഹത്തിന്റെ റെയിൽവേ ബൈപ്പാസ് തീർച്ചയായിട്ടും ഈ നമ്മുടെ ബൈപ്പാസ് ഇന്ന് ചങ്ങനാശ്ശേരിയിൽ ഒരു ഈവനിങ്ങിൽ കാറ്റ് കൊള്ളാൻ ഇറങ്ങണമെങ്കിൽ അതെ. അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഇതുവരെയുള്ള എക്സ്പാൻഷൻ മുഴുവൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നതൊക്കെ തന്നെ ഉള്ളൂ. സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ പലതും, ടെക്നിക്കൽ സ്കൂള്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഫയർ സ്റ്റേഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആദ്യം ഫയർ സ്റ്റേഷൻ KJ ചാക്കോയുടെ കാലത്ത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ പുറകുവശത്ത് വന്നു. പക്ഷേ വിപുലീകരിച്ച വലിയ ഫയർ സ്റ്റേഷൻ അങ്ങോട്ട് മാറ്റിയത് CF സാറിന്റെ കാലത്താണ്. ഇപ്പൊ ഇരിക്കുന്ന TB റോഡ് അടിച്ചിക്കൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത് CF സാറിന്റെ കാലത്ത് തന്നെയാണ് ഫയർ സ്റ്റേഷൻ ഇവിടെ വന്നത്. അതേപോലെ തന്നെ ചങ്ങനാശ്ശേരി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, റവന്യൂ ടവർ നമ്മളത് വിട്ടുപോയി. കേരളത്തിലെ ആദ്യം വന്ന
റവന്യൂ ടവർ കംപ്ലീറ്റ് ചെയ്തത് ഇവിടെയാണ്, ആ, കേരളത്തിൽ ആദ്യം. ചങ്ങനാശ്ശേരിയിലാണ് ആ. റവന്യൂ ടവർ വന്നത്. ഇത് ആൾക്കാർ പറയുമ്പോൾ പറയും എന്നും ഒരു റവന്യൂ ടവറിനെ വെച്ച് CF വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സത്യം അതല്ല. അലോട്ട്മെന്റുകൾ അനുസരിച്ച് ചങ്ങനാശ്ശേരിക്ക് മാത്രം തന്നാൽ പോരല്ലോ, ബാക്കിയുള്ള സ്ഥലങ്ങൾക്കും റവന്യൂ ടവറുകൾ പിന്നീടായിട്ട് കൊടുക്കേണ്ട വന്നു. പിന്നെ ഇപ്പം പടിഞ്ഞാറൻ ബൈപ്പാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ആശയമായിട്ട് പൊങ്ങി വന്നതാണ്. ഇപ്പോഴെങ്കിലും ഇപ്പം MC റോഡിന്റെ എക്സ്പാൻഷനോടനുബന്ധിച്ച് നഗരത്തെ ടച്ച് ചെയ്യാതെ ഇപ്പൊ പുതിയ റോഡ് CF അന്ന് സ്വപ്നം കണ്ട ബോട്ട് ജെട്ടിയുടെ പടിഞ്ഞാറ് വശത്തൂടെ വരുമെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ വാഴപ്പള്ളി ചിറ വരെ റോഡ് അതുവഴി നേരെ റോഡാകും, കുറ്റിശ്ശേരി കടവി വഴി നേരെ. അത് പെരുന്തുരുത്തിക്ക് ഇപ്പറേന്ന് തിരിഞ്ഞ് നമ്മുടെ ഇടിഞ്ഞലത്തു നിന്ന് തിരിഞ്ഞ് നേരെ ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറ് വശത്തൂടെ വന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കട്ട് ചെയ്ത് ബോട്ട് ജെട്ടി കനാൽ കട്ട് ചെയ്ത് കുറ്റിശ്ശേരി കടവ് കട്ട് ചെയ്ത് വാഴപ്പള്ളി ചിറ വന്നാൽ നമുക്ക് ചങ്ങനാശ്ശേരിക്ക് ആക്ച്വലി 8 റോഡിന്റെ ഗുണമാണ് കിട്ടുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഇത് MC റോഡ് 2 ലൈൻ ട്രാഫിക്, ബൈപ്പാസ് 2 ലൈൻ ട്രാഫിക്. ഈ പ്രൊപ്പോസ്ഡ് പടിഞ്ഞാറൻ ബൈപ്പാസ് എന്ന് പറയുന്ന 4 ട്രാക്കുള്ള റോഡാണ് അവിടെ വരാൻ. അവിടെ മൊത്തം ആ വഴിക്കാണ്ട് 16 വീടുകളിൽ താഴെ ഡിമോളിഷ് ചെയ്യേണ്ടി വരുള്ളൂ, മുഴുവൻ പാടത്തൂടെ വരാൻ പോകുന്ന പറഞ്ഞത്. അപ്പൊ ഇത് CSR അന്ന് മുന്നോട്ട് ഈ ഇപ്പോഴത്തെ ഈ ബൈപ്പാസിനെതിരായിട്ട് ഭയങ്കര ഇത് വന്നപ്പോൾ അന്ന് ഇത് ഓൾട്ടർനേറ്റീവ് പ്ലാൻ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹമാണെന്ന് ഇതിനു വേണ്ടി ഇറങ്ങി. അന്ന് നമ്മുടെ ഒരാളെ മറക്കാൻ പറ്റുകയില്ല, ആ പ്ലാനിന് വേണ്ടി നമ്മുടെ ജനതാദൾ നേതാവായിരുന്ന ജോർജ് തോമസും നന്നായിട്ട് വാദിച്ചതാണ്. അദ്ദേഹം അതുവഴി അന്ന് അവരെല്ലാം കൂടി നടന്ന് കാണിച്ചതാണ്. അതായത് ഇങ്ങനെ ഒരു അലൈൻമെന്റ് ഉണ്ട്, ഇതിനു വേണ്ടി ചെയ്യുക. അപ്പൊ CSR ആദ്യം പുള്ളിക്കാരൻ അത് ഇതോടുകൂടി നോക്കിയെങ്കിലും പിന്നീട് അതിനുവേണ്ടി ആക്റ്റീവായിട്ട് വന്നു. ആക്ച്വലി 2011 12 ബഡ്ജറ്റിൽ 54 കോടി രൂപ അന്ന് ഇയർമാർക്ക് ചെയ്തതാണ് ഇതിനു വേണ്ടി കെ മാണി. പക്ഷേ അതിനുശേഷം മുമ്പോട്ട് പോയില്ല. ഇനിയിപ്പം MC റോഡ് എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ടൗൺ ടച്ച് ചെയ്യാതിരിക്കാനും ടൗണിലെ ബിൽഡിങ്ങുകൾക്ക് ഡാമേജുകൾ ഉണ്ടാകാതിരിക്കാനും പുതിയ റോഡ് കേട്ടെടുത്തോളം ആ വഴി കൂടെ വരാൻ പോകുന്നത്. അപ്പം അതിനൊക്കെ CSRന്റെ ഒരു കയ്യൊപ്പുണ്ട് തീർച്ചയായും അതിലെല്ലാം. പിന്നെ ഗ്രാമീണ റോഡുകളെ പറ്റി പറയുമ്പം നമ്മൾ ചങ്ങനാശ്ശേരി ടൗണിന്റെ കിഴക്ക് വശത്തോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്രാമീണ റോഡുകളും പോക്കറ്റ് റോഡുകളൊക്കെ ഇടത്തൊണ്ടുകളൊക്കെ റോഡുകളൊക്കെ ആയിട്ട് മാറിയതൊക്കെ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെ തന്നെയാണ്. അതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CF സാർ എന്തു ചെയ്തില്ല എന്നുള്ളതല്ല, മറിച്ച് 4 പതിറ്റാണ്ടും 8 മാസവും ചങ്ങനാശ്ശേരി എന്ന നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ചങ്ങനാശ്ശേരിയുടെ ശബ്ദമായി നിയമസഭയിൽ നമുക്ക് വേണ്ടി നിലകൊണ്ട ആ വ്യക്തിയുടെ ഓർമ്മ ഈ മണ്ണിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കാൻ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ഒരു മാന്യതയായിരിക്കും. അതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ഒരു സഭയുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, സർവോപരി ചങ്ങനാശ്ശേരിക്ക് ഒരു പൗരാവലിയുണ്ട്. ആര് ഇതിന് മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ആ വ്യക്തിയുടെ ഓർമ്മ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണെന്നുള്ള സത്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സ്ഥിരമായ ഒരു സ്മാരകം ചങ്ങനാശ്ശേരിയിൽ MLA ആയിരുന്ന CF തോമസിന് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചും ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞങ്ങളോട് സഹകരിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.